മേടച്ചൂടിനെ പ്രതിരോധിച്ച് മണിക്കൂറുകൾ കാത്തുനിന്ന് മലബാറിൽ ജനം സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പല ബൂത്തുകളിലും വോട്ടെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. വടകരയിൽ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ കണ്ണൂരിൽ കുറയാനാണ് സാധ്യത. ജനവിധി പ്രവചനങ്ങൾക്കപ്പുറമാകുന്ന സാഹചര്യമാണ് മലബാറിലെ പല മണ്ഡലങ്ങളിലും. കോൺഗ്രസ് സിറ്റിംഗ് സീറ്റായ കാസർഗോഡ് പോളിംഗ് ശതമാനം 78% വരെ പോകാനാണ് സാധ്യത. UDF കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞതായും സൂചനകളുണ്ട്. ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് പയ്യന്നൂരിലാണ്, 78.5%. UDFനും BJPക്കും ശക്തിയുള്ള കാസർഗോഡാണ് കുറവ് പോളിംഗ് ശതമാനം, 69.05%. മണ്ഡലത്തിന്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ പോളിംഗ് കുറഞ്ഞത് LDFന് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തലുകൾ. കണ്ണൂരിലെ ധർമ്മടം, മട്ടന്നൂർ, തളിപ്പറമ്പ് നിയോജകമണ്ഡലങ്ങളിലെ കനത്ത പോളിംഗ് LDFന് പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ UDF വോട്ട് ചോർന്നിട്ടില്ലെന്നാണ് കെ സുധാകരൻ ക്യാമ്പ് വിലയിരുത്തുന്നത്. കോഴിക്കോട് വോട്ടിംഗ് ശതമാനം ഉയരാൻ സാധ്യതയില്ല. ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് കുന്നമംഗലത്ത് 74.15%. ഏറ്റവും കുറവ് കോഴിക്കോട് നോർത്തിൽ 69.22%. തെരഞ്ഞെടുപ്പ് തുടക്കം മുതലേ അങ്കത്തട്ടായ വടകരയിൽ പോളിംഗ് ശതമാനം 80-ലെത്തി. രാത്രി വൈകിയുള്ള പോൾ കണക്ക് കൂടി വന്നാൽ കഴിഞ്ഞ വർഷത്തെ 82% പിന്നിടുമെന്നാണ് നിഗമനം. പ്രചാരണം അതിരുവിട്ട മണ്ഡലത്തിൽ സ്ത്രീകളും യുവാക്കളും കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തി. മുസ്ലിം വിഭാഗവും വോട്ടെടുപ്പിൽ സജീവമായി എന്ന വിലയിരുത്തലാണ് മുന്നണികൾ. വർഗീയ പ്രചാരണം വടകരയിൽ വിലപോകില്ലെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ഇലക്ഷൻ പ്രവർത്തനത്തിലുടനീളം ജനങ്ങളെ കണ്ടിട്ടുള്ളവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ LDF ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിനും ഭീഷണിയില്ലെന്ന് ഉറപ്പിക്കുകയാണ് UDF ക്യാമ്പ്. എന്നാൽ പൊന്നാനിയിൽ അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ല. വോട്ട് ശതമാനം കുറഞ്ഞത് ഇരുമുന്നണിയിലും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. സംസ്ഥാന നിലപാട് ഇവിടെ എങ്ങനെ പ്രതിഫലിക്കുമെന്നതാണ് നിർണായകം. കാന്തപുരം വിഭാഗം പ്രാദേശിക തലത്തിൽ LDFന് പിന്തുണ നൽകിയെന്നാണ് സൂചന. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് മലബാറിൽ വലിയ ജനപങ്കാളിത്തമാണ് പൊതുവിൽ പ്രകടമായത്. ഇനി നേതാക്കൾക്ക് കാത്തിരിപ്പിൻ്റെതാണ്, ഒപ്പം ബൂത്ത് തിരിച്ചുള്ള കണക്കെടുപ്പിൻ്റെയും. ഏതായാലും ഒരു കാര്യം വ്യക്തം, മലബാറിൽ പല മണ്ഡലങ്ങളിലും വിധി പ്രവചനാതീതം തന്നെയാണ്. ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24.